ഹലോ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ കോഡിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തൊട്ട് തുടങ്ങിയാൽ അതങ്ങനെ നിർത്താതെ ഇങ്ങനെ താഴോട്ട് പോകും. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഫ്ലോയിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു കണ്ടീഷൻ അനുസരിച്ച് ഇന്ന ലൈൻ വർക്ക് ആവണം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ ലൈൻ ഓഫ് കോഡ് വർക്ക് ആവണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ലൈൻ ഓഫ് കോഡ് വർക്ക് ആവണം എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളൊരു ബസ്സിൽ കയറി, നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 10 രൂപയുണ്ട്. നിങ്ങൾക്ക് പോവേണ്ട സ്ഥലം വരെ എത്തണമെങ്കിൽ ടിക്കറ്റ് എന്ന് പറയുന്നത് 15 രൂപയാണ്. ഓക്കെ, നിങ്ങളുടെ ടിക്കറ്റിൻ്റെ ആക്ച്വൽ റേറ്റ് 15ഉം നിങ്ങളുടെ കയ്യിലുള്ള കാശ് എത്രയാണ്? 10ഉം ആണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്? നിന്റെ കയ്യിലുള്ള കാശ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ആണെങ്കിൽ, അതായത് ടിക്കറ്റിൻ്റെ കാശിനേക്കാൾ കൂടുതൽ പൈസ അല്ലെങ്കിൽ 15 രൂപയെങ്കിലും നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാവൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പറഞ്ഞ അതേ സംഭവത്തിന് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതി എങ്ങനെ എഴുതും? ഇഫ് നിന്റെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടിക്കറ്റിൻ്റെ ക്യാഷ് ആണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാവൽ ചെയ്യാൻ പറ്റും, ആണല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു കോൺസെപ്റ്റാണ് എന്തോന്ന്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ആൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇഫ് നമ്മളൊരു കണ്ടീഷൻ നോക്കും, ആ കണ്ടീഷൻ ട്രൂ ആയാൽ ഈ ലൈൻ ഓഫ് കോഡ് ഈ ബ്ലോക്കിൻ്റെ അകത്ത് കയറും. ഈ 21 to 22 എന്ന് പറയുന്ന ഈ ഒരു കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് കയറും. അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല, ഇത് ഫോൾസ് ആയിട്ടാണ് വന്നെങ്കിൽ എന്ത് പോകും? എൽസിൻ്റെ അകത്തോട്ട് പോകും. എൽസിൻ്റെ അകത്ത് എന്താണ്? കനോട്ട് ട്രാവൽ ആണ്. ക്യാൻ ട്രാവൽ അല്ല, കനോട്ട് ട്രാവൽ. അപ്പോൾ ആ ഒരു ലോജിക്ക് മനസ്സിലായല്ലോ. ഇഫ് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതിൻ്റെ അകത്തോട്ട് പോകും, ആ ഇഫിൻ്റെ ബ്ലോക്കിൻ്റെ അകത്തോട്ട് പോകും. അത് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ എൽസ് എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ അകത്തോട്ട് പോകും. ഇനി നമുക്കൊരു എക്സാമ്പിളായിട്ട് കാൽക്കുലേറ്ററിൻ്റെ അകത്ത് തന്നെ നോക്കാം. ഓക്കെ, കാൽക്കുലേറ്ററിൻ്റെ അകത്ത് പറയുമ്പോഴത്തേക്ക് സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് നമ്മുടെ ഈ ഡിവിഷൻ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ, ഡിവൈഡഡ് ബൈ 0 പോസിബിൾ ആണോ? അല്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്പർ 5 എന്നും കൊടുത്തു, സെക്കൻഡ് നമ്പർ 0യും കൊടുത്താൽ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. 5 + 0 ചെയ്യാം, 5 - 0 ചെയ്യാം, 5 × 0 ചെയ്യാം. പക്ഷേ 5 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ 5 mod 2 0 വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു കണ്ടീഷൻ കൊടുക്കുക. ഇഫ് നമ്മുടെ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് num2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രം, നോട്ട് ഈക്വൽ ടു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഡിവിഷൻ ചെയ്യുക. ഓക്കെ, ബാക്കി കോഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഡിവിഷനും ചെയ്യുക, മോഡുലസും ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡിവിഷൻ ആൻഡ് മോഡുലസ് ഈസ് നോട്ട് പോസിബിൾ എന്ന് എഴുതി കാണിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ 2 ലൈൻ ഓഫ് കോഡിനെയും കൂടി എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് കൊടുക്കുക. ഫ്ലോ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? ഇഫ് num2 രണ്ടാമത് ഞാൻ കൊടുത്ത നമ്പർ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഇത്ര ബ്ലോക്ക് കോഡ് വർക്കാവും. ഓക്കെ ആണേ, ക്ലിയർ ആണേ? 13 തൊട്ട് 16 വരെയുള്ളത് അപ്പോൾ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അല്ലെങ്കിൽ അതായത് നമ്പർ 2 0 ആണ് ഞാൻ കൊടുത്തെങ്കിൽ എന്ത് എഴുതി കാണിക്കും? ഡിവിഷൻ ആൻഡ് മോഡുലസ് ഈസ് നോട്ട് പോസിബിൾ എന്ന് എഴുതി കാണിക്കും. നമുക്കത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് നമ്പർ 5 എന്ന് കൊടുത്തു, സെക്കൻഡ് നമ്പർ ഞാൻ 0 എന്ന് കൊടുത്തു. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ എന്താ വരുന്നത്? ഡിവിഷൻ ആൻഡ് മോഡുലസ് ഈസ് നോട്ട് പോസിബിൾ. ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് ലെറ്റർ 5 എന്നും കൊടുത്തു, സെക്കൻഡ് ലെറ്റർ എന്തെന്നും കൊടുത്തു, സെക്കൻഡ് നമ്പർ എന്ത് കൊടുത്തു? 2 എന്നും കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടണം? ഡിഫറൻസും മോഡുലസും ഒക്കെ കിട്ടണം. ക്ലിയർ ആണല്ലോ? ഡിവിഷൻ ചെയ്തതിൻ്റെ വാല്യൂ കിട്ടി, മോഡുലസ് ചെയ്തതിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാം. അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇതിൻ്റെ അകത്തേക്ക് പോകും, അല്ലെങ്കിൽ എൽസ് പാർട്ടിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഇഫ് ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ ആണേ? അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. ക്ലിയർ ആണോ ഈ എഴുതിയിരിക്കുന്നത്? ഇഫ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ എങ്ങോട്ട് പോകും? റിട്ടേൺ 0 പോകും. പിന്നെ എന്തിൻ്റെ അകത്ത് കയറത്തില്ല? എൽസിൻ്റെ അകത്ത് കയറത്തില്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ഇതിൻ്റെ അകത്ത് കയറത്തില്ല, ഡയറക്റ്റ് എങ്ങോട്ട് പോകും? എൽസിൻ്റെ അകത്തോട്ട് പോകും. അപ്പോൾ ഇതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ സിൻടാക്സ് എഴുതാൻ ചോദിച്ചാൽ, ഇഫ് എൽസിൻ്റെ സിൻടാക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് ഒരു കണ്ടീഷൻ, ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ പാരാന്തസിൻ്റെ അകത്ത് കയറും, ഈ ബ്ലോക്കിൻ്റെ അകത്ത് കയറും. അല്ലെങ്കിൽ എങ്ങോട്ട് പോകും? എൽസ് എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ അകത്തോട്ട് പോകും, ഈ 2 കർലി ബ്രാക്കറ്റിൻ്റെ അകത്ത്. ഓക്കെ, പറയാം.